ആദ്യം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമാണ് വേണ്ടത്. ശ്രീ സി എൻ വിജയകൃഷ്ണൻ, ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ആദ്യം തന്നെ പറയട്ടെ, ഞാൻ സത്യത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് കേൾക്കാം. ശ്രീ സി എൻ വിജയകൃഷ്ണൻ പറഞ്ഞോളൂ. ഓക്കെ ഞാൻ ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നത് തന്നെ നികേഷിൻ്റെ നിർബന്ധം കൊണ്ടാണ്. ആയിക്കോട്ടെ. എൻ വി ആർ മകൻ വിളിച്ചാൽ ചർച്ചയിൽ പങ്കെടുക്കണല്ലോ എന്നുള്ളതുകൊണ്ട് ആയിക്കോട്ടെ. സാധാരണ ചർച്ചയ്ക്ക് പോകാത്തൊരു കക്ഷിയാണ്. അതെ. ഏതായാലും നിങ്ങൾ ഈ വിചാരിക്കണ എന്ത്, നിങ്ങൾ ചർച്ച ചെയ്യണ കാര്യം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാനും പോകുന്നില്ല, യു ഡി എഫ് ഒറ്റക്കെട്ടായി മത്സരിക്കുകയും ചെയ്യും. സാധാരണ യു ഡി എഫിലെ പ്രശ്നങ്ങൾ തീരൽ നോമിനേഷൻ കൊടുക്കണേ എന്നാണ്. അത് ഇന്നും ഇന്നലെയല്ല. നികേഷിൻ്റെ അച്ഛൻ എൻ വി ആർ അഴീക്കോട് മത്സരിക്കുമ്പോൾ എപ്പോഴാണ് സീറ്റ് കിട്ടിയത്? കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ എപ്പോഴാണ് സീറ്റ് കിട്ടിയത്? അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ യു ഡി എഫ് അവസാന നിമിഷത്തിലെ തീർക്കൽ. പക്ഷേ ഇപ്പം വളരെ മുമ്പോട്ട് വന്നു എന്നുള്ളതാണ്. ലീഗ് ചോദിക്കണതിൽ ഒരു കുറ്റം പറയാൻ പറ്റില്ല. കോൺഗ്രസ് കഴിഞ്ഞാൽ യു ഡി എഫിലെ ഏറ്റവും പ്രബലമായ കക്ഷി ലീഗാണ്. ലീഗിൻ്റെ ന്യായം ചോദ്യം ശരിയാണ്, അത് പരിഗണിക്കും എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വലിപ്പമൊക്കെ കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രയാസങ്ങൾ ലീഗും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നാളെ നോട്ടിഫിക്കേഷൻ വരിക വെച്ചാൽ അപ്പം തന്നെ തീരാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ത്? ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാനും പോകില്ല, യു ഡി എഫിൽ ഒരു വിള്ളലും ഉണ്ടാവില്ല. നോക്കൂ ശ്രീ സി എൻ വിജയകൃഷ്ണൻ, സാധാരണഗതിയിൽ ഇതൊരു സീറ്റിൻ്റെ പ്രശ്നമാണ് എങ്കിൽ, ഒരു മന്ത്രിസ്ഥാനത്തിൻ്റെ പ്രശ്നമാണ് എങ്കിൽ അത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ലീഗ് പറയുന്നത് എങ്ങനെയാണ്? BJP കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാർലമെൻറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ബില്ലുകളെല്ലാം തന്നെയും മുസ്ലിം വിരുദ്ധമാണ്. അങ്ങനെ മുസ്ലിം വിരുദ്ധത മുഖമുദ്രയാക്കിയിട്ടുള്ള ബില്ലുകളിൽ, പ്രശ്നങ്ങളിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അവരെ ഒരു മുസ്ലിം പാർട്ടി എന്ന് വിശേഷിപ്പിക്കുമെന്ന ഭയത്താൽ പലപ്പോഴും BJPയുടെ ഇപ്പോൾ ബാബറി മസ്ജിദ് വിഷയത്തിൽ, രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ ഒക്കെ തന്നെയും ഏതാണ്ട് BJP എടുത്ത നിലപാടിന് അടുപ്പിച്ചിട്ടുള്ള നിലപാടാണല്ലോ കോൺഗ്രസിനും എടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പാർലമെൻറ്റിൽ നിലപാട് പറയാനുള്ള അംഗങ്ങളെ അയക്കുക എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ ഇതിൽ നേതാക്കളുടെ കയ്യിലിരുന്ന വിഷയമാണെങ്കിൽ ഇപ്പോഴത് അണികളുടെ കയ്യിലേക്ക് പോയിരിക്കുന്നു. ഈ വിഷയത്തിൽ, നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ, ലീഗ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പാർലമെൻറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഇന്ത്യ മുന്നണി വന്നത്. ആ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നാൽ പാർലമെൻറ്റിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. പാർലമെൻറ്റിൽ ഇന്ത്യ മുന്നണി വിജയിക്കുകയും ന്യൂനപക്ഷങ്ങളെ സംരക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് CPM അടക്കമുള്ള ഇടതു കക്ഷികൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം. ഈ കാര്യം ചെറുതായിക്കൊണ്ടിരിക്കുമ്പോൾ 38 കൊല്ലങ്ങൾക്ക് മുമ്പ് NV രാഘവൻ പറഞ്ഞതാ. അന്ന് 2 സീറ്റ് മാത്രമാണ് BJPക്ക് ഉണ്ടായത്. ന്യൂനപക്ഷങ്ങളെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കണം. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങളും രാഷ്ട്രീയം എത്തിയില്ലേ? അതുകൊണ്ട് ലീഗിലെ 3 സീറ്റാണ് ചർച്ചയെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് ലീഗ് ഇതുവരെ അനുഷ്ഠിച്ചു പോന്നിരുന്നതെങ്കിൽ, നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യം മുസ്ലിം ലീഗ്, മുസ്ലിം സമുദായം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഉദാഹരണത്തിന് നമ്മൾ കോൺഗ്രസും CPIയും ഒക്കെ തന്നെയും
ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, ഘടകകക്ഷിയെ പോലെയാണ് CPI അതിനോടൊപ്പം നിൽക്കുന്നത്. CPM ഏതായാലും ആ നിലയിലുള്ള ഒരു നിലപാടെടുത്തിട്ടില്ല. ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയിലൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ ഇന്ത്യ മുന്നണിയുടെ പുറത്ത് ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ചോദ്യം, കോൺഗ്രസിനും CPIക്കും ഈ വയനാട് പോലുള്ള മണ്ഡലങ്ങളിലെ സൗഹൃദ മത്സരമാകാമെങ്കിൽ എന്തുകൊണ്ട് മലബാറിൽ കോൺഗ്രസിനും ലീഗിനും സൗഹൃദ മത്സരമായിക്കൂടാ? എൻ്റെ നികേഷേ, നിങ്ങൾ വിചാരിച്ചത് നടക്കൂല. UDF ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കും. ഇതൊക്കെ നിങ്ങൾക്കൊരു സ്വപ്നമാണ്, ഒരു ചർച്ചയ്ക്ക് ഉള്ള വിഷയമാണ്. അതിലപ്പുറത്തേക്കൊന്നും ഇത് പോണ പ്രശ്നമില്ല. 38 കൊല്ലം CMB ആയിട്ടുള്ള ബന്ധം നമുക്കുണ്ടല്ലോ. അപ്പോൾ ഈ ചർച്ചയിൽ പ്രധാനമായും വിളിക്കേണ്ടത് കോൺഗ്രസിനെയായിരുന്നു. UDFിലെ ഏറ്റവും ചെറിയ കക്ഷിയെ നിങ്ങൾ എന്തിനാ വിളിച്ചത് എനിക്ക് മനസ്സിലായില്ല. ലീഗിന്റെ മനസ്സറിയണമെങ്കിൽ CN വിജേഷിനോട് ചോദിച്ചാൽ മതി എന്നാണ് സാധാരണ കോഴിക്കോട്ടുകാർ പറയുക. ഞാൻ ലീഗിലല്ലല്ലോ, ലീഗിൻ്റെ സംഘടന ലെവലിലൊന്നും ഞാൻ പോവാറില്ല. എനിക്ക് നല്ല സൗഹൃദം എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിട്ടുണ്ട്.